ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈരും വെണ്ടയ്ക്കും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. എന്നാൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. എന്നാലേ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടി ഇട്ട് കൊടുക്കണ്ടേ. വെണ്ടക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. വെണ്ടക്ക ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. കുറച്ച് സമയം വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് 1 മിനിറ്റ് സമയം ഒന്ന് വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്കത്തെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ 1 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 1 മിനിറ്റ് സമയം വെണ്ടയ്ക്ക ഒന്ന് കുക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മളെ വെണ്ടയ്ക്കത്തെ കൊഴുപ്പൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വിട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടി പിടിക്കാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തീയൊന്ന് ഓഫ് ചെയ്ത് വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കുന്നുണ്ട്. നല്ല ജീരകം പറഞ്ഞാൽ നമ്മളെ ചെറിയ ജീരകമാണ് കേട്ടോ. ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ കളറൊന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണേ. അപ്പോൾ ഇത് നമ്മളെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ സവാളിൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സവാള വേഗത്തിലൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ വെണ്ടക്ക വഴറ്റിയെടുത്തപ്പോഴും അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കൂടാത്ത രീതിയിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വേണ്ട 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കേട്ടോ 2 എടുത്തത്. നിങ്ങൾക്ക് ഇതിനേക്കാളും എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സവാള കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മതിയേ. ഈ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വെണ്ടയ്ക്കും സവാളയൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടും തണുപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇതിലേക്ക് തൈര് ചേർക്കണേ. അപ്പം നന്നായിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ തൈര് ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തൈര് ചേർത്താൽ തൈര് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം തണുപ്പിച്ചിട്ട് എടുക്കണേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ട് 1 5 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടും തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ 1.5 കപ്പ് പുളി കുറഞ്ഞ തൈര് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. നമ്മൾ വെണ്ടയ്ക്കും തൈരൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീണ്ടും വെണ്ടക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. നമ്മൾ വെണ്ടക്ക കൊണ്ട് മറ്റുള്ള കറി ഉണ്ടാക്കണേക്കാളൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എല്ലാവരും വെണ്ടക്ക കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തി ഓളെന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.